നമ്മൾ പോണ വഴിക്കൊക്കെ ഇഷ്ടം പോലെ മരുന്നുകളൊക്കെ ഉണ്ട്. ഈ പാടത്തും പറമ്പിലല്ല. അപ്പോൾ അതിങ്ങനെ പറിച്ച് കൊണ്ടു കൊടുക്കലാണ് എൻ്റെ പണി തന്നെ. ചേട്ടത് പറിച്ചിട്ട് എന്ത് ചെയ്യാനുള്ളതാ? ഇത് മരുന്ന് കടയിലേക്ക് കൊടുക്കുന്നതാണ്. അതെ. മരുന്ന് കടയിലേക്ക് പിന്നെ വീട്ടുകളിലേക്ക് ചോദിക്കവര്. അപ്പോൾ വീട്ടുകളിൽ എത്തിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഈ മരുന്നുകളൊക്കെ ചേട്ടൻ എങ്ങനെ അറിയാം? എത്ര തരം എന്ത് മരുന്നാണ്? ഒരു 10-15 കൊല്ലം ഇത് സ്ഥിരമായിട്ട് തുടങ്ങിയിട്ട്. അതെ. അപ്പോൾ ഒരുവിധം മരുന്നുകളൊക്കെ പറ്റി നമുക്ക് അറിയാവുന്നതാണ്. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഓരോ സ്ഥലത്തിലും ഓരോ കൂട്ടം മരുന്നുകൾ. അതിനെപ്പറ്റി അറിയണം. ഇതിപ്പോൾ മരുന്ന് കാണുന്നത്. അതെ. ഇതെന്ത് മരുന്നാ? പൊന്നാഞ്ചീര. ഉപ്പേരിലേക്ക് കഴിക്കുന്ന സാധനം. അതെ, പൊന്നാഞ്ചീര. പൊന്നാഞ്ചീര. പക്ഷെ ഇത് ആർക്കും ഇതിനെപ്പറ്റി അറിയില്ല. നമ്മൾ പോണ വഴിക്കൊക്കെ ഇഷ്ടം പോലെ മരുന്നുകളൊക്കെ ഉണ്ട്. ഈ പാടത്തും പറമ്പിലല്ല. അപ്പോൾ അതിങ്ങനെ പറിച്ച് കൊണ്ടു കൊടുക്കലാണ് എൻ്റെ പണി തന്നെ. സ്ഥിരമായിട്ട് ചെയ്യുന്നത്. അതെ. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? ബാബു. വീട് അരിയന്നൂർ. ഗുരുവായൂർ അരിയന്നൂർ കുടം മുടക്കല് മുനിമടക്ക്. ഇത് ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ ഈ പണി? ഇല്ല. അപ്പൊ ചേട്ടന്റെ തലമുറക്ക് ഈ ജോലി നിലനിർത്തണേ എന്ത് ചെയ്യും? അതിപ്പോ ആരെങ്കിലും ആയിട്ട് വരും. ഇത് പഠിക്കണമെന്നുള്ള ഒരു ആരും അറിയില്ല. അതൊന്നും. എത്ര തരം മരുന്നുകൾ അറിയാം ചേട്ടൻ ഈ നാട്ടിൽ? ഏത് സൈസ് വേണമെങ്കിലും അറിയാം. എത്ര തരം മരുന്നുകൾ പറിച്ചു കൊടുക്കാറുണ്ട് കടകൾക്ക്? അവര് പറഞ്ഞ് ചിലപ്പോൾ 100 ഗ്രാം വെച്ചിട്ടായിരിക്കും ഓരോ കൂട്ടം പറയുന്നത്. 10-15 കൂട്ടം അതിനകത്ത് വരും. 100 ഗ്രാം വെച്ചിട്ട്. അപ്പൊ അത് അതിൽ ഒരു കൂട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ അവരെടുക്കില്ല. അങ്ങനെയാണ് വേണ്ടത്. കണ്ടുപിടിച്ച് പറിച്ചു കൊടുക്കണം അല്ലേ? അത് തന്നെ. ചേട്ടന്റെ തലമുറകൾക്ക് ഇതൊന്ന് പകർന്നു കൊടുക്കണമെങ്കിൽ വലിയ ഉപകാരമല്ലേ? പക്ഷെ ആർക്കും ഇതിനെ പറ്റി ഇത് താല്പര്യമില്ല. താല്പര്യമുള്ള ഒരാളും വന്ന് പഠിപ്പിച്ചു കൊടുക്കും. നമ്മുടെ ബാബുച്ചേട്ടൻ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ മനുഷ്യനാണ് നമുക്ക് തോന്നാം. പക്ഷേ ഒരുപാട് അറിവുകളുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ആയുർവേദത്തെക്കുറിച്ച്, അതായത് മരുന്നുകളെ കുറിച്ചിട്ടുള്ള അറിവുകൾ ബാബുച്ചേട്ടൻ നന്നായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ബാബുച്ചേട്ടൻ്റെ നമ്പർ ഇതിൽ ഞാൻ കൊടുക്കാം. ബാബുച്ചേട്ടനെ വിളിക്കുക, അറിവുകൾ നേടുക. കാരണം ഈ ബാബുച്ചേട്ടൻ്റെ കീഴിലായിട്ട് ജോലി ചെയ്യാൻ ആരുമില്ല. അറിവുകൾ പറഞ്ഞു തരാൻ ബാബുച്ചേട്ടൻ തയ്യാറാണ്. ബാബുച്ചേട്ടൻ ഗുരുവായൂർ അടുത്താണ് വീട്. താങ്ക് യു. കണ്ടതിൽ സന്തോഷം. അപ്പോൾ ആരെങ്കിലും വിളിക്കും ഫോൺ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.